ഇപ്പം ഈ പതിവില്ലാതെ തൊപ്പിയൊക്കെ വെച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. നമ്മൾ നമ്മുടെ അമ്പാടിക്കണ്ട വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റമഴ കൂട്ട് തോന്നി. അതുകൊണ്ടായിരിക്കും തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് നനയാതിരിക്കുക. പക്ഷെ അതൊരു തോന്നൽ മാത്രമായിരുന്നില്ല. പകുതി ആയപ്പോഴത്തേക്കും നല്ലതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളാന്ന് ഒരു കടയുടെ ഫ്രണ്ടിലോട്ട് ഷീറ്റ് ഇറക്കിയെടുത്ത് നമ്മൾ കയറി നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യമേ മഴ തോരുമെന്ന് പറഞ്ഞ് കുറേ നേരം നിന്നെങ്കിലും മഴയൊട്ട് തോരാനും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അങ്ങ് ഇരുന്നിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ അയ്യപ്പായാണെങ്കിലോ ഒരിടത്തും അടങ്ങിയിരിക്കത്തേ ഇല്ല. കുറേ നേരം ഇരുന്നപ്പോൾ അയാൾക്കും ചേർത്തേട് അടിച്ചിട്ട് അയാൾ ഓടിക്കളികൾ തന്നെയായിരുന്നു. ഇപ്പോൾ അയാൾ അടങ്ങിയിരിക്കത്തേ ഇല്ല. കുറച്ച് നേരമൊക്കെ ഇരുത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേണം ഇരുത്താൻ. മഴ മാത്രമല്ല, നല്ല ശക്തമായിട്ട് കാറ്റുണ്ടായിരുന്നു. അയാളെ ആണെങ്കിൽ നമ്മൾ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളാണെങ്കിൽ തൊപ്പി കൊണ്ടാണെങ്കിൽ മുഖം മറയ്ക്കുക, പിന്നെ ആണെങ്കിൽ നോക്കാൻ പറയുമ്പോൾ ആ തൊപ്പിയുടെ അടിയിൽ കൂടെ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ട് അങ്ങനെ അയാളെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ അവിടെ ഇരുന്ന്. മഴയ്ക്കെങ്ങാണ്ട് തോർച്ചയുണ്ടോ? മഴ പിന്നെയും ശക്തമായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ക്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. അവിടോട്ട് കൊണ്ടുവന്ന് ഒതുക്കി. അപ്പോൾ അയ്യപ്പായാണ് അതെല്ലാം കാണിച്ചു കൊടുത്തത്. അപ്പോഴാണ് അയാൾ ഓർത്തത് അയാൾ വീട്ടിൽ നിന്ന് കുറച്ച് വണ്ടികൾ വാരി ബാഗിലിട്ടുണ്ടായിരുന്നു വന്നത്. പിന്നെ പറയണ്ടല്ലോ, അത് അവിടെ നിന്ന് എടുത്ത് വെച്ച് ഭയങ്കര കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടികളൊക്കെ കിട്ടി കുറച്ച് നേരം അവിടെ ശാന്തതയായിട്ടിരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓടിക്കളികളില്ല, ഒരിടത്ത് ഇരുന്ന് തന്നെ കളിക്കുമായിരുന്നു. അയാൾക്ക് ഈ വലിയ കളിപ്പാട്ടങ്ങളെക്കാളൊക്കെ പിടുത്തി ഇങ്ങനെ കൊച്ചു കൊച്ചു കാറുകളോടാണ്. അപ്പോൾ ഈ കുഞ്ഞു കാറുകളൊക്കെ തലേന്ന് വാങ്ങിയതും ബാക്കി കാറുകളൊക്കെ അയാളുടെ പഴയതുമാണ്. ഇതെല്ലാം അമ്പാടിക്കണ്ട് മുമ്പിൽ കൊണ്ട് ഷൈൻ ചെയ്യാനായിട്ട് അയാൾ വാരി ബാഗിലിട്ടാണ്. അയാൾ അവിടെ നിന്നല്ല, അയാൾ എവിടെ പോയാലും ഒരു കാറ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് മഴയൊക്കെ തോന്നുന്നു കുറേ മുമ്പോട്ട് പോയപ്പോൾ ഉണ്ടടാ പിന്നെയും മഴ. പിന്നെയും നമ്മളൊരു കടയുടെ വരാന്തയിലോട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിലോ അവിടെയും നല്ല ശക്തമായിട്ട് തന്നെ മഴ പെയ്ത്. അപ്പം നമ്മുടെ അയ്യപ്പായി കുറച്ചൊക്കെ സഹകരിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ ചേട്ടൻ കോട്ടൊക്കെ ഇട്ട് പിന്നെ നമ്മൾ എന്തുവാണെങ്കിലും ചാറ്റ മഴയോട് കൂടി തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഓക്കെ, ബൈ.